കാരണം എന്തെന്നറിയും, അവന് ദുനിയാവിലല്ലേ നഷ്ടപ്പെട്ടു പോയുള്ളൂ. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ കിടക്കു നിൽക്കുമ്പോ, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോ, അതല്ലെങ്കിൽ ആലുവ ടൗണിലൂടെ നടന്നു പോകുമ്പോ എത്രയോ ഭ്രാന്തന്മാരെ നമ്മൾ കാണാറുണ്ട്. എത്രയോ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച, ഒരു വസ്ത്രത്തിന് മേൽ മറ്റൊരു വസ്ത്രം ധരിച്ച, അതിന്റെ മേൽ മറ്റൊരു വസ്ത്രം ധരിച്ച, ഈ നഖം മുഴുവനും നീണ്ടു നിവർന്ന് കിടക്കുന്ന ചെളി പിടിച്ച, ആര് കണ്ടാലും മറപ്പോടെ മാത്രം നോക്കുന്ന, നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന അഴുക്ക് വെള്ളം പോലും ആർത്തിയോടെ വാരി കുടിച്ച് നടക്കുന്ന ഭ്രാന്തന്മാരെ ബസ് സ്റ്റാൻഡിൽ കാണാറില്ലേ? അത് കാണുമ്പോ സുന്ദരമായ കാറില് നന്നായിട്ട് പശ തേച്ച് വെച്ച വസ്ത്രവും ധരിച്ച് നമ്മൾ അതിലൂടെ നടന്നു പോകുമ്പോ ആ മനുഷ്യനെ നമ്മൾ മുഖം ചുളിച്ചിട്ട് ഈർച്ചയോടെ നോക്കാറില്ലേ? എന്തോ ഒരു വൃത്തികെട്ടവനാണ് ഇവൻ എന്തോ ഒരു നിർഭാഗ്യവാനാ. പക്ഷേ സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, അയാൾ ഏറ്റവും വലിയ ഭാഗ്യവാനാ. കാരണം എന്തെന്നറിയോ? നാളെ ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് പടച്ചറപ്പിന്റെ മുമ്പില് വയർപ്പിന് മുങ്ങിക്കുളിച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോ, അള്ളാന്റെ മുമ്പിൽ ഹിസാബിന് നിൽക്കുമ്പോ, അള്ളാന്റെ മുമ്പിൽ ഹിസാബിന് നിൽക്കുമ്പോ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, ആ ഭീകരമായ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ ആ സമയത്ത് ഈ ഭ്രാന്തനായ മനുഷ്യൻ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരും. ആലുവ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ കണ്ടപ്പോ മുഖം തുളിച്ചിട്ട് കാർക്കിച്ചു തുപ്പിയ മനുഷ്യന് അള്ളാഹു പേര് വിളിക്കുമ്പോ അവനോട് പറയും, നിനക്കിന്ന് ഹിസാബില്ല, നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചവനല്ലേ, സ്ഥിരബുദ്ധി ഇല്ലാത്തവനല്ലേ, എല്ലാവരും നിന്നെ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ചായക്കടയിൽ പോയി വെള്ളം ചോദിച്ചപ്പോ ബോയിലറിൽ തിളയ്ക്കുന്ന ചൂടുവെള്ളം മുഖത്തോട്ടടിച്ചവനല്ലേ, അവർക്കെന്ന് ഹിസാബില്ലല്ലോ, അവർക്കെന്ന് വിചാരണയില്ലല്ലോ. അവരെ അള്ളാഹു നേരെ സ്വർഗത്തിലോട്ട് കടത്തിവിടുമ്പോ ആ ഭ്രാന്തൻ തിരിഞ്ഞു നിന്നിട്ട് നമ്മളെ നോക്കിയിട്ട് ചിരിക്കും. എന്തെന്നറിയുമോ? ദുനിയാവിന് നീ എന്നെ നോക്കി ഊറി ചിരിച്ചവനല്ലേ. സഹോദരങ്ങളെ, അന്ന് അഹമ്മദ് കബീർ നിൽക്കേണ്ടി വരും, അന്ന് നിങ്ങൾ നിൽക്കേണ്ടി വരും, നമ്മൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ദുനിയാവിൽ ഒന്നുമില്ലാത്തവന്, എല്ലാം നഷ്ടപ്പെട്ടവൻ ആഖിറത്തിലെ ഏറ്റവും വലിയ വിജയിയാണ്. അവൻ ഏറ്റവും വലിയ വിജയിയാണ്. നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു നായ വരുമ്പോ ആ നായ നമ്മൾ കല്ലെടുത്തിട്ട് ആട്ടി ഓടിക്കാറില്ലേ? പക്ഷേ ആ നായ നാളെ സ്വർഗത്തിലെ ഭാഗ്യവാനാണ്. അള്ളാഹു അവർക്ക് ഹിസാബ് കൊടുത്തിട്ടില്ലല്ലോ, അവർക്ക് വിചാരണയില്ലല്ലോ, അവർക്ക് നരകമില്ലല്ലോ, എല്ലാം ഉള്ളത് ഈ മനുഷ്യനാണല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഇന്നത്തെ ഗുണപാഠം പറഞ്ഞ് ഇതിന്റെ ഒരു വ്യവസ്ഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ മാനസികമായ ചിന്താഗതികൾ നടത്തണം. എന്റെ